വി.ഡി. സതീശൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ വേദിയിൽ കണ്ട മറ്റൊരു മനോഹരമായ അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച. ഉമാ തോമസ് എം.എൽ.എ. ഓടി വന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൈകൾ കൂട്ടിപ്പിടിക്കുകയും പിണറായി വിജയൻ എഴുന്നേറ്റ് നിന്ന് അവരോട് സ്നേഹത്തോടെ സംസാരിക്കുകയും ചെയ്തു. മറക്കാനാവാത്ത ഒരു കാഴ്ചയായി മാറിയത്. നമ്മുടെയൊക്കെ മനസ്സിനെ അലിവുള്ളതാക്കാൻ ആലിംഗനമൊന്നും വേണമെന്നില്ല. ഒരു വിരലിന്റെ ചെറിയ സ്പർശനം മതിയായി. പിണറായി വിജയനോട് ഭരണപക്ഷത്തെ ഉമാ തോമസ് എം.എൽ.എ. കാണിച്ച സ്നേഹപ്രകടനം വളരെ ഹൃദ്യമായിട്ടാണ് തോന്നിയത്. രണ്ടുപേരുടെയും ശരീരഭാഷയിൽ ആ സ്നേഹം നിറഞ്ഞു നിന്നിരുന്നു. പുഞ്ചിരിയോടെ കൈകൂപ്പി എത്തിയ ഉമാ തോമസിനെ കസേരയിൽ നിന്നും എഴുന്നേറ്റ് പിണറായി വിജയൻ സ്നേഹവാത്സല്യങ്ങളോടെ അടുത്തു നിർത്തി വിശേഷങ്ങൾ ആരാഞ്ഞു. നിറഞ്ഞ ചിരിയോടെ ഉമാ തോമസും അവരുടെ വിശേഷങ്ങൾ പങ്കുവച്ചു. സ്റ്റേഡിയത്തിൽ ഉണ്ടായ അപകടത്തിൽ ചികിത്സയിലിരിക്കെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ആശുപത്രിയിൽ എത്തി ഉമാ തോമസിനെ കണ്ടതും ആശ്വസിപ്പിച്ചതും അന്നത്തെ ഒരു ഹൃദ്യമായ കാഴ്ചയായിരുന്നു. അന്നത്തെ ചേർത്ത് നിർത്തലിന് നന്ദിയോടെ കൂപ്പുകയുമായാണ് ഉമാ തോമസ് പിണറായിക്ക് മുന്നിൽ ഇത്തവണ നിന്നത്. ഇവർക്ക് അപകടം പറ്റിയപ്പോൾ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മനുഷ്യരും വിഷമിച്ചിരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് അടിയന്തരമായി ഡോക്ടർമാരുടെ സംഘത്തെ അയച്ചു. അതിന് പിന്നാലെ അവരും ഓടിയെത്തി. അത് കഴിഞ്ഞ് മന്ത്രി പി രാജീവ് എത്തിയിരുന്നു. പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയനും എത്തി. ഉമാ തോമസിന് ആരോഗ്യം വീണ്ടും കിട്ടിയപ്പോൾ എല്ലാവരും ആശ്വസിക്കുകയും ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഉമാ തോമസിന്റെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. എല്ലാ കോൺഗ്രസുകാർക്കും അവർ നന്ദി പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം രാഷ്ട്രീയമായി എതിർചേരിയിൽ നിന്ന് വ്യക്തിപരമായി ഏറ്റവും സ്നേഹവും പരിഗണനയും നൽകിയ ഒരാളെയും പരാമർശിച്ചില്ല എന്നത് അന്ന് പ്രത്യേക ശ്രദ്ധ നേടിയിരുന്നു. പിണറായി വിജയൻ പരുക്കനാണ്, അഹങ്കാരിയാണ് എന്നൊക്കെ എല്ലാവരും പറയും. പക്ഷേ പരുക്കൻ സ്വഭാവത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് അന്നത്തെ ജീവിത സാഹചര്യങ്ങളാണെങ്കിലും കോരന്റെ മകൻ വിജയൻ നമ്മളിന്ന് കാണുന്ന സഖാവ് പിണറായി വിജയനായതും കേരള മുഖ്യമന്ത്രിയായതും ഒട്ടേറെ കനൽ വഴികൾ താണ്ടി തന്നെയാണ്. അദ്ദേഹം അടിമുടി ഒരു പാർട്ടിക്കാരൻ തന്നെയാണ്. കണ്ണൂരിനെ പോലെ രാഷ്ട്രീയ സംഘർഷം നിറഞ്ഞൊരു മണ്ണിൽ നേതാവായി മാറുക എന്നത് അങ്ങേയറ്റം കഠിനമായ ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ധിക്കാരിയും കാർക്കശ്യക്കാരനും ധാർഷ്ട്യക്കാരനുമായ പിണറായി വിജയൻ മനസ്സ് തുറന്ന് പുഞ്ചിരിക്കുന്ന എതിർ രാഷ്ട്രീയത്തിലെ നേതാവിനെ ചേർത്ത് നിർത്തുന്ന ആ കാഴ്ച തന്നെയാണ് ഇന്നലത്തെ ചടങ്ങിലെ ഹൈലൈറ്റ്. ആരും മറന്നു കാണാൻ ഇടയില്ല. 2021 പിണറായി വിജയന്റെ രണ്ടാം ഇടതുപക്ഷ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേളയിൽ പ്രതിപക്ഷ നേതാവ് സതീശൻ അവിടെ ഉണ്ടായിരുന്നില്ല. ആ സത്യപ്രതിജ്ഞ ചടങ്ങ് ബഹിഷ്കരിച്ച വടശ്ശേരി ദാമോദരൻ മേനോൻ മകൻ സതീശനെ പോലെ അല്ല മുണ്ടയിൽ കോരൻ മകൻ വിജയൻ. അയാൾ ചടങ്ങിനെ വരാതിരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. മുമ്പെങ്ങുമില്ലാത്ത വിധം 10 വർഷം തുടർച്ചയായി കേരളം ഭരിച്ചാണ് അയാൾ പടിയിറങ്ങിപ്പോയത്. ഒരൊറ്റ ഇലക്ഷനിൽ അവസാനിക്കുന്നതല്ല ഈ ലോകം. അയാൾ വരുമ്പോൾ കൂകി വിളിക്കാനും ആളുകൾ ഉണ്ടെന്നറിയാം. കോൺഗ്രസുകാർ തങ്ങളുടെ പാരമ്പര്യം കാണിക്കുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അയാൾ ക്ഷണിക്കപ്പെട്ട ആ വേദിയിലേക്ക് കടന്നു വന്നത്.